നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തமான ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നൊരു വളരെ പ്രത്യേകതയാർന്ന ഒരു അധ്യായമാണ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഒരു ആനക്കുട്ടിയെ മനുഷ്യൻ വിചാരിച്ചാൽ എടുത്തുയർത്താൻ കഴിയുമോ? ജനിച്ച് വീണതിൻ്റെ തൊട്ടടുത്ത നാളോ അല്ലെങ്കിൽ ഒരു 10-20 ദിവസം കഴിഞ്ഞോ ഒരാൾ വിചാരിച്ചാൽ ഒരു ആനക്കുട്ടിയെ എടുത്തു പൊക്കാൻ കഴിയുമോ? നിങ്ങളെപ്പോഴെങ്കിലും ഇത് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തമിഴിലെ പ്രശസ്തനായൊരു നടൻ, നിങ്ങൾക്കറിയാം രാജ്കിരൺ എന്ന് പറയുന്നൊരു നടനുണ്ട്. പാണ്ഡവർ ഭൂമി, എൻ രാസാവൻ മനസ്സിലെ പോലെയൊക്കെയുള്ള ഒരുപാട് സിനിമകളിൽ നായകനും നിർമ്മാതാവുമൊക്കെയായി സംവിധായകനുമൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള നടനാണ് രാജ്കിരൺ. അദ്ദേഹം ഒരിക്കൽ എന്നോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ആ നായക കഥാപാത്രത്തിൻ്റെ ഒരു അതിൻ്റെ കരുത്തും ആർജവും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ വേണ്ടി ഒരു ആനക്കുട്ടിയെ ഒരു സീനിലെടുത്ത് ഉയർത്തണമെന്ന്. അതിന് പറ്റിയ ഇപ്പോൾ പ്രസവിച്ച പോലത്തെ ആനക്കുട്ടികൾ ഉണ്ടോ എന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാനുള്ളൊരു കാരണം, കേരളത്തിൽ നാട്ടാനകൾ പ്രസവിച്ചിട്ടുള്ളതും പ്രസവിക്കുന്നതും വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടാണ്. അതിലൊരിക്കൽ കൊല്ലത്ത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ പുത്രനായ ശിവനും, അവരെക്കുറിച്ച് നമ്മളൊരു അധ്യായം നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതേ മാസത്തിൽ തന്നെ കേരളത്തിൽ മറ്റൊരിടത്ത് ഒരു ആനയമ്മ പ്രസവിച്ചു. കുമളിയിലുള്ള ആനക്യാമ്പിലെ സുന്ദരി ആന. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആനകൾക്ക് പിന്നാലെ നടന്നിട്ട് എന്നെ ഇടിച്ച് താഴെയിട്ടിട്ടുള്ള ഒരു ആന എന്ന് പറയാൻ കഴിയുന്നത് ആ വളരെ കുഞ്ഞായിരുന്ന ഒരു ആനയാണ്. നമ്മൾ സങ്കല്പിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഒരു കുട്ടി ആനയുടെ, ഒരു കുഞ്ഞാനക്കുരുന്നിൻ്റെ പോലും ശക്തി. അപ്പോൾ കരുത്തനായ ഒരു ആനയുടെ കാര്യം പറയാനുണ്ടോ? സുന്ദരിയുടെയും അവളുടെ മകൻ കണ്ണൻ്റെയും അപൂർവമായ ദൃശ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഞങ്ങളിത്തവണ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. അതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മളുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം. പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ താൻ വന്നുപെട്ടിരിക്കുന്ന പുതിയ ലോകത്തേക്ക് തുറന്നുവെച്ച അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളുമായി നിൽക്കുന്ന ഒരു ആനക്കുരുന്നിനെയും അവനെ തന്റെ കാൽക്കൂട്ടിനപ്പുറം ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ പടപടാമിടിക്കുന്ന ഹൃദയവുമായി ലോകത്തെ മുഴുവൻ സംശയ കണ്ണുകളോടെ മാത്രം നോക്കിക്കാണുന്ന ഒരാനയമ്മയെയും തൊട്ടടുത്ത് നിന്ന് കാണുവാനും അടുത്തറിയുവാനും ഒരവസരം ലഭിച്ചാൽ ആരെങ്കിലും അത് മിസ്സാക്കുമോ? അങ്ങനെ ഒരു അസുലഭമായ അവസരം പലപ്പോഴും ഒത്തുകിട്ടുന്നത് കാട്ടിലായിരിക്കും. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടത്തിനടുത്തേക്ക് ഒരു പരിധിക്കപ്പുറം ചെല്ലുന്നതും അടുത്തിടപഴകാൻ ശ്രമിക്കുന്നതും അങ്ങേയറ്റം അപകടകരമായ എടുത്തുചാട്ടം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറേയേറെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നാട്ടാന പ്രസവം നടന്നത് ഏതാണ്ട് 10-15 വർഷങ്ങൾക്കപ്പുറമാണ്. പക്ഷേ കാത്തിരുന്ന നാട്ടാന പ്രസവം അത് അവസാനം സംഭവിച്ചപ്പോൾ ഒന്നിന് പകരം രണ്ടെന്ന് പറഞ്ഞതുപോലെ ഒറ്റ മാസത്തിനുള്ളിൽ 2 ആന പെണ്ണുങ്ങളാണ് കേരളത്തിൽ തിരുവയറൊഴിഞ്ഞ് മലയാളിയെ അത്ഭുതപ്പെടുത്തിയത്. കുമളിയിലേക്ക് തുടങ്ങാനുള്ള കുമളിയിലേത് ആദ്യം ആശയം ഞങ്ങൾ കുമളി ടൗണിൽ ചെറുതായിട്ട് എലിഫൻ്റ് റൈഡ് മാത്രം കൊടുത്തു. അത് ചെറുതായിട്ട് സക്സസ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ടൗണിൽ ട്രാഫിക് ജാം ആകുന്നതുകൊണ്ട് ഞങ്ങളിവിടെ സ്ഥലം അന്വേഷിച്ചപ്പം ഇവിടെ കല്ലറയ്ക്കൽക്കാർക്ക് അവർക്ക് ഇവിടെ നല്ലൊരു സ്ഥലം ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല കാമാൻഗേറ്റ് പ്ലേസ്, ഒരു നല്ല പ്ലാന്റേഷന്, ആ കൂടെ നമുക്ക് ഒരു ഫോറസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല വേറെ ആരുടെയും ശല്യമില്ലാതെ ഗസ്റ്റിന് റൈഡ് ചെയ്യാൻ പ്രൈവസി, ശരിക്കും പ്രൈവസി എന്ന് പറയാം. പിന്നെ ഒരു റൈഡിന്, അതായത് ഒരു 3/4 മണിക്കൂർ റൈഡ്, 15 മിനിറ്റ് റൈഡ്, ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഫുൾ ഡേ അങ്ങനെ പോകുന്നവരും ഉണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ആന സപ്ലൈ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ആന പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വരുന്ന ഗസ്റ്റ് അങ്ങനെ
അത് നല്ല ഇതാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളതൊന്ന് വൈഡായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കോമ്പറ്റീഷൻ. 4 കൊല്ലം ഞങ്ങൾ കുഴപ്പമില്ലാതെ ചെയ്തപ്പോഴാണ് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ഈ വർഷം 9 ആനകളോളമായി ഇവിടെ കുമളി തന്നെ ഓരോരുത്തർ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അതിൽ നിന്നൊരു വൈവിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുതിയ അതായത് ഒരു ഗർഭിണി ആനകൾ, അതായത് ഒരു ഫാമിലി, അതിന് വേണ്ടിയിട്ട് ഒരു ഗർഭിണി ആനയെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുമളിയിലെ ആനയും പ്രസവിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന വിവരം കിട്ടിയ ഉടനെ ഒട്ടും സമയം കളയാതെ ഞങ്ങൾ ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കടന്ന് എലിഫന്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. ഹൈറേഞ്ചിലെ തണുപ്പും പച്ചപ്പും തേടിയെത്തുന്ന വിദേശീയരും സ്വദേശീയരുമായ സഞ്ചാരികളെ കാത്ത് നിരവധി ആനകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴവിടേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും പോലെ ഞങ്ങളുടെ കണ്ണുകളും ആദ്യം തേടിയത് അവരെ തന്നെയായിരുന്നു, ആ അമ്മയെയും കുഞ്ഞിനെയും. പെറ്റ് വീണിട്ട് ഏതാണ്ട് 24 മണിക്കൂർ മാത്രം കഴിഞ്ഞ ഒരു ആനക്കുട്ടി. വലിയ ഒരു യാത്ര കഴിഞ്ഞെത്തിയതിൻ്റെ ക്ഷീണവും ഉറക്കച്ചടവും തോന്നിപ്പിക്കും വിധം അമ്മയുടെ അരികിലായി ഉറക്കം തൂങ്ങി നിൽപ്പാണ് കക്ഷി. ഇടയ്ക്ക് മാത്രം ഒന്ന് കണ്ണു തുറന്ന് നോക്കും. അപ്പതേ ചുറ്റും കുറേ മനുഷ്യർ. ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങൾക്ക് നടുവിലെ ആ മുള കൊണ്ട് കെട്ടിത്തിരിച്ച വളയത്തിനുള്ളിൽ അവന് നന്നായി തണുക്കുന്നുണ്ടാവണം. ഇന്നലെ വരെ ഇത് വല്ലതും അറിയണമായിരുന്നു. ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള സമീകൃത ആഹാരം പോലെ എല്ലാം അമ്മയുടെ പൊക്കിൾക്കുടിയിൽ നിന്നും ഘടിപ്പിച്ച ഒരു ട്യൂബ് വഴി എത്തേണ്ടിടത്തെത്തും. ഇവളെ കണ്ടെത്തുന്നത് പറഞ്ഞാൽ ഞാൻ ആസാമിൽ നിന്ന് വേറൊരു നമ്മുടെ ഒരു ഫ്രണ്ട് മുഖേന കേരളത്തിലെത്തിച്ച വേറൊരു ഫ്രണ്ട് മുഖേന എത്തിച്ച് ഞാൻ പുള്ളി എൻ്റെ പേരിൽ തന്നെയാണ് ഞാനിവിടെ ഓഫീസിൽ CCF ഓഫീസിൽ റെക്കോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനായിട്ട് തന്നെ കൊണ്ടുവന്നതായിട്ടാണ്. ഇത് ആന ഗർഭിണിയാണ് പ്രസവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് കേരളത്തിൽ കുറേ കാലമായിട്ടൊരു വിവാദമുണ്ട്. അത് ഈ ആനയല്ല, പക്ഷേ അത് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആന ഗർഭിണിയാണോ അല്ലേന്ന് നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ ഇവിടുത്തെ ഈ ആധുനിക വെറ്ററിനറി സയൻസ് തന്നെ ഒരു പരിധിവരെ അത്രയ്ക്ക് അങ്ങോട്ട് ഫലപ്രദമാണോ എന്ന കാര്യം സംശയമുണ്ട്. ഇപ്പൊ താങ്കളുടെ അനുഭവം എന്താണ് അത് വെച്ച്? എൻ്റെ അനുഭവം വെച്ചിട്ട് അത് ആർക്കും ഇതുവരെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവർ ഇതുവരെ കൺഫേം ആയിട്ടൊന്നും പറയാൻ ആനയെക്കുറിച്ച് അവർക്ക് പറ്റിയിട്ടില്ല. ഇത് ഇത്ര ഗർഭിണിയായിട്ട് എന്നിട്ടും അവർ നോക്കിയവർക്കാർക്കും ഇത് ഡോക്ടർ പണിക്കർ സാറ്, കൈമൾ സാറ് വന്നില്ല, കൂടെ ഡോക്ടറുടെ കൂടെ പ്രഭാകരൻ സാറല്ല വേറെ സാറുകൂടെ വന്നു, പരിശോധിച്ച് ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി. ഈ കൂടെ ഈ വിവാദ ഗർഭമുള്ള ആനയുടെ ബ്ലഡും കൂടെ സേതുലക്ഷ്മിയും കൂടെ എടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇത് പുതിയ സംവിധാനം എന്ന് പറഞ്ഞാൽ സ്കാനിങ്ങിൽ കൂടിയോ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറയാനൊക്കത്തില്ല. ഇത് ഗർഭിണിയാണെന്നുള്ളത് പുള്ളിക്ക് അത്ര വിശ്വാസം അല്ല, തോന്നിയിട്ടുമില്ല. പുള്ളി അത് കഴിഞ്ഞും ഞാൻ ചോദിച്ചപ്പോഴും പണിക്കർ സാർ അത് ഗർഭമുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ 100% എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴും കുട്ടി മുഴയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും പുള്ളി അത് സമ്മതിക്കുന്നില്ല, ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കത് ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ മേടിച്ചതും കൊണ്ടുവന്നതും പ്രസവിപ്പിച്ചതും എല്ലാം. ഇതെന്താ അനുഭവം അതിനോടൊരു ഉണ്ടെന്നുള്ളൊരു തോന്നലായി ഞാൻ പറഞ്ഞില്ലേ 5 ആനകൾ പിടിയാനകൾ ഞാൻ ഗർഭിണികളെ മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഞാൻ ആൻഡമാനിൽ പോയി ഒത്തിരി ആനകൾ, അതായത് ഈ പറയുന്ന തള്ളയും കുട്ടി ആണ് കൂടുതൽ അവിടെ കണ്ടിരിക്കുന്നതും കൊണ്ടുവന്നിരിക്കുന്നതും. കുട്ടി 1 വയസ്സുള്ള കുട്ടിയും തള്ളയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 2 വയസ്സുള്ള തള്ളയും കുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നതും. അവിടുത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ആന പ്രസവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ 3 കുട്ടികൾ ഒരുപോലെ ചേട്ടത്തി അനിയത്തി അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എത്തിയതിന്റെ തലേന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 6 മണിയോടടുപ്പിച്ചാണ് അസഹ്യമായ വേദനയ്ക്കിടയിലും ആകാവുന്നത്ര കരുതലോടെ പിൻകാലുകൾ കൂച്ചി മടക്കി ഒരൊറ്റ കാറൽ കാറിയ അമ്മയുടെ വയറ്റിൽ നിന്നും ഞെങ്ങി ഞെരുങ്ങി എവിടെയൊക്കെ കൂടിയോ തട്ടിമുട്ടി കക്ഷി തലയും കുത്തി എങ്ങനെയൊക്കെയോ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത്. മൊത്തത്തിൽ കവർ ചെയ്ത ഒരു പാരച്ചൂട്ട് കണക്കെ ഒരു ആവരണത്തിൽ പൊതിഞ്ഞിരുന്നതുകൊണ്ട് കാര്യമായ തട്ടുകേട് പറ്റിയില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞ് അമ്മയുടെ ആദ്യത്തെ പാരവശ്യവും അങ്കലാപ്പും ഒക്കെ ഒന്ന് അടങ്ങിയപ്പോൾ അമ്മ വന്ന് തുമ്പിക്കൈ കൊണ്ട് ആ പാടയൊക്കെ പൊട്ടിച്ച് തൂത്ത് തുടച്ച് തട്ടിയും മുട്ടിയും എന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ചപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്നത്.
നേരം പരപരാ വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പോരാത്തതിന് നല്ല മഞ്ഞും. അതിനിടയിലും ചുറ്റും നിറഞ്ഞു തെളിയുന്ന ബൾബുകളുടെ വെളിച്ചത്തിൽ എനിക്ക് ചുറ്റും കണ്ണുമിഴിച്ച് നിൽക്കുന്ന ഇരുകാലികളായ കുറേ ജീവികൾ. ഞാൻ ശരിക്കും പേടിച്ചുപോയി. അപ്പം അമ്മയാണത് പറഞ്ഞു തന്നത്. ഇതാണ് കുഞ്ഞെ മനുഷ്യർ. ഈ ഭൂമിയിൽ നമുക്കിനി ജീവിച്ചു പോകണമെങ്കിൽ ഇവർക്കിടയിൽ പിടിച്ചു നിന്നേ പറ്റൂ. അതാണ് നീ ആദ്യം പഠിക്കേണ്ടത്. ആസാമിൽ നിന്നായിരുന്നു പ്ലാത്തോട്ടം ജോർജ് കുട്ടി എന്ന ഉടമ സുന്ദരി എന്ന ഗർഭിണിയാനയെ കണ്ടെത്തിയത്. അതിനു മുമ്പും പല ഘട്ടങ്ങളിലായി 5ഓളം ഗർഭിണി പെണ്ണാനകൾ ജോർജ് കുട്ടി വഴി കൈമറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരുത്തിയെ നിർത്തി പരിപാലിച്ച് പ്രസവിപ്പിക്കാം എന്ന ചിന്തയുണ്ടാകുന്നത് സുന്ദരി എത്തിച്ചേർന്നതോടെയായിരുന്നു. ആന പ്രസവിച്ചാൽ കുഞ്ഞുണ്ടാകും. പിറക്കുന്ന കുട്ടി കൊമ്പൻ കുട്ടി എന്ന ആൺകുരിപ്പാണെങ്കിൽ ചോദിക്കുന്ന കാശ് കിട്ടും എന്നെല്ലാം ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാമെങ്കിലും വിചാരിക്കുന്നത്ര ലളിതമല്ല ആനപ്രസവത്തിലേക്കുള്ള നാൾവഴികളും അതിൻ്റെ നൂലാമാലകളും. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു ആന നാട്ടിൽ പ്രസവിക്കുന്നത് അശുഭമാണെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ഒരു കാരണം ഈ വരുന്ന എക്സ്പെൻസിന്റെ എക്സ്പെൻസ് തന്നെയല്ല. നമ്മളിപ്പോൾ ഒരു ആന പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലാണെങ്കിൽ ഉള്ള ബന്ധുക്കൾ, കേരളത്തിൽ എവിടെ ബന്ധുക്കളുണ്ട് അവർ വരും. അവരവിടെ വന്ന് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അവരെ തീറ്റിപ്പറ്റണം, അവരെ അത് കൊണ്ടു കിടക്കണം. പിന്നെ ഈ ആനയെ സംരക്ഷിക്കാൻ, ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ പോലെ തന്നെ 2.5 വയസ്സ് 3 വയസ്സ് വരെ മുല കുടിക്കണം. അതായത് അതിൻ്റെ കാര്യം വെച്ചാൽ വേറൊരു പശുമ്പാൽ ആനയ്ക്ക് കൊള്ളത്തില്ല. അത് പശുവിൻ്റെ കിടാവ് കുടിക്കേണ്ടതാണ്. ആനയ്ക്ക് ആനപ്പാൽ തന്നെ കുടിക്കണം. ഏത് അപ്പം അത് കുടിച്ച് വളർന്നാലേ ഉള്ളൂ നമുക്കൊരു റെസിസ്റ്റിംഗ് പവർ കിട്ടുകയുള്ളൂ. അതായത് രോഗങ്ങളിൽ നിന്നുള്ള മുലപ്പാൽ കുടിച്ച് വളരണമെന്ന് പറയല്ലേ, അങ്ങനെ. അതുകൊണ്ട് ആനകൾ കുടിക്കണം. അപ്പോൾ അതങ്ങനെ നോക്കണേ 3 വർഷം 4 വർഷമൊക്കെ സംരക്ഷിക്കണം. അപ്പം ഈ കുട്ടിയെ നല്ലതും കൊണ്ട് നമുക്കൊരു ജോലി ചെയ്യിക്കാൻ പറ്റത്തില്ല, വരുമാനമില്ല, ഇൻകം എന്ന് പറയുന്ന ഒന്നുമില്ല. അങ്ങനെയാണ് ഇത് പഴയകാലത്തെ പറയാം. അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിനേക്കാൾ കടും കട്ടിയാണ് ഇവിടെ പാവം ഒരു ആനക്കുഞ്ഞന്റെ മുന്നിൽ അവന്റെ ജീവജലം കണ്ടുപിടിക്കുന്നതിനുള്ള കടമ്പകൾ. ഇടയ്ക്കിടെ വന്ന് അമ്മിഞ്ഞപ്പാൽ കുടിച്ചോളണം എന്നമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ. അമ്മയുടെ റൂട്ട് മാപ്പിന്റെ സഹായത്തോടെ അവസാനം ഒന്ന് കണ്ടുപിടിച്ചാലോ. അതിനിടയിൽ തടസ്സം പിടിക്കാൻ ഈ തുമ്പിക്കൈ എന്ന് പറയുന്ന കുന്ത്രാണ്ടം വന്നോളൂ. ലോകത്ത് വേറൊരു ജീവിക്കുമില്ലാത്ത വിധം ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് നമ്മുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചത് എന്തിനാണെന്ന് അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറുകയാണ്. അയ്യോ, അതിനിടയിൽ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. രാവിലെ 4-4:30 മണിക്ക് തുടങ്ങിയതാണ് അമ്മയുടെ പ്രസവ വേദന. 6 മണി ആയപ്പോഴാണ് കാര്യത്തിന് തീരുമാനമായത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഓലക്കുടിശ്ശിയിലേക്ക് പെറ്റുവീണ ആനക്കുട്ടിക്ക് ജീവനുണ്ടോ ആരോഗ്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ ആദ്യം ചിലർക്ക് അറിയേണ്ടിയിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന കാര്യമായിരുന്നു. അവസാനം ഞാൻ ഇത്തിരി മൂത്രം ഒഴിക്കുന്നത് കണ്ടപ്പോൾ അവരിൽ ചിലർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ആൺകുഞ്ഞാണെന്ന്, കൊമ്പൻ തന്നെയെന്ന് വിളിച്ചു പറയടാ സാറിനോട് എന്നവർ പരസ്പരം പറയുന്നത് കേട്ടു. കാര്യം പിടികിട്ടിയില്ലേ? ഞാനും ആണൊരുത്തൻ തന്നെയാണെന്ന്. കഷ്ടപ്പെട്ട് വഴി കണ്ടുപിടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ അധികം വൈകാതെ വീണ്ടും ഉറക്കം തൂങ്ങാൻ തുടങ്ങി. ആന സഫാരിയും ആനയെ കുളിപ്പിക്കലും ഒക്കെയായി അക്കാലത്ത് കുമളി മേഖലയിൽ എലിഫന്റ് ജംഗ്ഷന് പുറമെ വേറെയും ആന സവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും തങ്ങളുടെ നാട്ടിൽ ഒരു ആന പ്രസവിക്കുകയും സുന്ദരിയുടെ സുഖപ്രസവം വാർത്തകളിൽ നിറയുകയും ചെയ്തതോടെ പഞ്ചായത്ത് ഭരണസമിതിക്കും സ്കൂൾ കുട്ടികൾക്കുമെല്ലാം ഓവർ ടൈം ഡ്യൂട്ടിയായി. ആനപ്പുറത്ത് കയറിയും ആനയെ കുളിപ്പിച്ചും കഴിപ്പിച്ചും മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് തീരുമാനിച്ച് എലിഫന്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നവർ. പക്ഷെ നമ്മുടെ സുന്ദരി അമ്മയെയും അവരുടെ പുന്നാര മകനെയും കണ്ടു നിന്നാൽ വന്ന കാര്യം മറന്നു തോന്നും. 30-35 മണിക്കൂറുകളുടെ പ്രായം മാത്രമുള്ള ആനക്കുട്ടിയുടെ കണ്ണും വലിപ്പമാർന്ന ചെവികളും കാണുമ്പോൾ കുഞ്ഞിക്കുടുക്കയ്ക്ക് ഇത്രയും വലിയ കണ്ണുകളോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ പിന്നീട് ആന വളരുന്നതിനനുസരിച്ച് മറ്റ് അവയവങ്ങളും വളരുമെങ്കിലും അതിന് പ്രൊപ്പോർഷണേറ്റായി കണ്ണുകളുടെ വലിപ്പം വർദ്ധിക്കില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അമ്മയും കുഞ്ഞും നിൽക്കുന്നത് പച്ചോലകൾ അടുക്കി ഒരു ഫോം ബെഡിന്റെ പരുവത്തിലാക്കിയിട്ടുള്ള തറിയിലാണ്.
തെങ്ങിൻ പട്ടകൾ കൂടാതെ പനമ്പട്ടയും ആവശ്യത്തിന് നൽകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ സുന്ദരാമ്പാളിന് അതിലൊന്നും തൃപ്തി വരാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറിയൊരു തെങ്ങിൻ്റെ ഇളം തൊലി പൊളിച്ച് തിന്നുന്നതിലാണ് താല്പര്യം. ഒരുപക്ഷെ മറ്റെന്തൊക്കെ കഴിച്ചാലും അതിലൊന്നും ലഭിക്കില്ലാത്ത എന്തോ ഒരു പ്രസവാനന്തര ഒറ്റമൂലി തെങ്ങിൻ്റെ ഇളം തൊലിക്കും അതിൻ്റെ മൂപ്പില്ലാത്ത ഉൾഭാഗത്തിനും ഉണ്ടാകുമെന്ന് പ്രകൃതി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പ്രസവമെടുക്കുന്നതിലോ പ്രസവാനന്തര ശുശ്രൂഷയിലോ യാതൊരു മുൻ പരിചയവുമില്ലാത്തവരാണ് ഇവിടെ അവളുടെ സഹായത്തിനുള്ളത് എന്നതറിയുമ്പോൾ നമുക്ക് അവളെ കുറ്റം പറയാനും കഴിയില്ല. അതുമാത്രമല്ല, ഇന്നലെ വരെ ഗർഭിണിയമ്മ എന്ന നിലയിൽ അനുഭവിച്ചു കൊണ്ടിരുന്നതും ആനത്താവളത്തിലെ മറ്റൊരു അന്തേവാസിക്കും കിട്ടിയിട്ടില്ലാത്തതുമായ ഫുഡ് മെനു ഉൾപ്പെടെയുള്ള പ്രിവിലേജുകൾ ഇനി അങ്ങോട്ട് നഷ്ടമാകുമോ എന്ന ആശങ്കയും അവൾക്കുണ്ടാവാം. അപ്പൊ ഈ ഞാൻ ചോദിച്ചു, ഇത്ര 5 ഗർഭിണികളെ ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ഞാനിവിടെ പ്രസവിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട്. അത് ഇന്നുവരെ നമുക്കൊരു ആന എന്ന ഈ 5 ഗർഭിണികളെ കയ്യിൽ കിട്ടിയിട്ടും നമുക്ക് നിർത്തി ഒന്ന് പ്രസവിപ്പിക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതിന്റെ എക്സ്പെൻസ് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ആന നാട്ടിൽ പ്രസവിച്ച സുഖലക്ഷണമല്ലെന്നൊക്കെ പറച്ചിലുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ മെയിൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരാനെ ഒരു ദിവസം നമ്മളിവിടെ തീറ്റിപ്പോറ്റണമെങ്കിൽ ഇപ്പോഴത്തെ രീതിക്ക് ശരാശരി 1000 രൂപ ചിലവ് വരും. അത്രയും വരുന്നുണ്ട്. അത്രയും വരും. തീറ്റ, ആനക്കാരുടെ ശമ്പളം, അതിൻ്റെ ഫുഡ് വേറെ, അരിയ, ചോറ്, റാഗി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരാശരി വരുമ്പം കണക്ക് കൂട്ടുമ്പോൾ അപ്പോൾ ഒരു ആന ഗർഭിണിയായി കഴിഞ്ഞാൽ നമ്മൾ ഗർഭിണിയായെന്ന് ഏകദേശം ഒരു 10-12 മാസമാകുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ആനയെ ഇപ്പോൾ ഇന്നലെ പത്രത്തിൽ കണ്ടു, ഇതിനെ റൈഡ് എടുത്തിരുന്നു എന്ന്. അത് ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഓരോരുത്തർ അവരുടെ ഭാവനയിൽ വിടുന്ന. റൈഡ് എടുത്തിട്ടില്ല. ഈ ആനയെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒരു പണിക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരാളെ പോലും മേളിൽ കയറ്റിയിട്ടില്ല. ആനക്കാരെ മാത്രം ഒരാൾ ചിലപ്പം അതിന് മാത്രം, അല്ലാതെ റൈഡേ എടുത്തിട്ടില്ല. ഇതിനെ ഇവിടെ വെറുതെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കുക, അതിനുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഗർഭിണിയാണെന്ന് കൺഫേം ആക്കിയാണ് പരിരക്ഷ മുഴുവൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 6 മാസം ശരിക്കും വിശ്രമം തന്നെയായിരുന്നു ആനയെ. അതായത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിലെ റോഡ് നടത്തുന്നത് മാത്രം. അത് തന്നെ അങ്ങനെ ഒരു എക്സർസൈസ് അത് മാത്രമേ നമ്മൾ മിറ്റടിപ്പിക്കാൻ ഇന്ന് പറഞ്ഞതുപോലെ മാത്രം ആനയ്ക്കൊരു വാക്ക് മാത്രം. എന്തായാലും തെങ്ങിന് നേരെയുള്ള പരാക്രമം പരിധി വിടുമെന്നായപ്പോൾ ചെറിയ ഒരു വടിയുമായി ചെന്ന് അഭ്യാസം കയ്യിലിരിക്കട്ടടി എന്ന മട്ടിൽ പാപ്പാൻ അവളെ ഒന്ന് വിലക്കി. അത് കാണുകെ ഇത്തിരി കുഞ്ഞന് മനസ്സിലായിട്ടുണ്ടാവും, ഓ അപ്പോൾ ഇതാണ് അമ്മ പറഞ്ഞ സംഭവം, ഇതാണ് ഈ മനുഷ്യന്മാരുടെ കയ്യിലിരിക്കും. ഒന്നും പേടിക്കണ്ടമ്മേ, ഞാനൊന്ന് വളർന്നോട്ടെ, യവന്മാരുടെ വരട്ടും വേഷം കെട്ടലുമൊക്കെ ഞാൻ തീർത്തു കൊടുത്തേക്കാം. ഇവിടെ മുതൽ അങ്ങോട്ട് അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ആണൊരുത്തൻ ഇവിടെ ഉണ്ടെന്ന് യവന്മാർ അറിയാൻ പോവുക. അങ്ങനെ അവൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാവണം. കുമളിയിലെ സുന്ദരി അമ്മ പ്രസവിച്ചിട്ട ആണൊരുത്തനെ കാണാൻ അവൻ കമ്പനിക്കെതിരെ പാഞ്ഞെടുക്കാൻ പോകുന്ന അടവുകളും അഭ്യാസമുറകളും എങ്ങനെയെന്നറിയാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ കുമളിയിലെത്തി. പ്രസവിച്ചതിന്റെ 30-ാം നാൾ. അപ്പോഴേക്കും എലിഫന്റ് ജംഗ്ഷൻ എന്ന ആനസഫാരി കേന്ദ്രത്തിലേക്കുള്ള ജനശ്രദ്ധയും ജനപ്രവാഹവും 10 മടങ്ങ് വർദ്ധിച്ചിരുന്നു. ആദ്യം കാണുമ്പോൾ സദാസമയവും ഉറക്കം തൂങ്ങി തണുത്ത് വിറച്ചു നിന്നിരുന്ന ചെക്കൻ ഇപ്പോൾ അടിച്ചു പൊളിച്ച് ആളൊരു ജഗജാല കില്ലാടിയായി മാറിക്കഴിഞ്ഞു. വെറും 30 ദിവസത്തെ വളർച്ച മാത്രമുള്ള ഒരു ആനക്കുട്ടി മനസ്സ് വെച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട മനുഷ്യരുടെയൊക്കെ അണ്ടകടാഹം തവിടുപൊടിയാക്കാനും നമ്മളെ തട്ടിമറിച്ചിട്ട് നമ്മുടെ മേലെ താണ്ഡവമാടാനും കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ലീലാവിലാസങ്ങളുമായാണ് 30-ാം നാൾ ഈ നാട്ടിലെ കണ്ണൻ നമുക്കായി കാത്തുനിന്നത്. കുസൃതിയിൽ നിന്നും വികൃതിയിലേക്ക് അവന്റെ ശുനാവള്ളിത്തരങ്ങൾ പടർന്നു കയറിയപ്പോൾ അവന്റെ കൈത്തരിപ്പ് മാറ്റാനെന്നോണം ഒരു ഫുട്ബോൾ റിങ്ങിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അന്നത്തെ സൂപ്പർ താരങ്ങളായിരുന്ന മറഡോണയെയും റൊണാൾഡിഞ്ഞോയെയും സിദാനെയും ഓർമ്മപ്പെടുത്തുമാറ് അവൻ ഫുട്ബോളുമായിട്ട് നടത്തുന്ന മല്ലയുദ്ധങ്ങൾ സന്ദർശകർക്ക് ചിരിക്കാനുള്ള വകയും നൽകും. ഇപ്പോൾ അമ്മിഞ്ഞപ്പാലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അഗ്നിപരീക്ഷണങ്ങൾ ഒന്നുമില്ല. കുന്നത്ത് വെച്ച വിളക്ക് പോലെ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലെ അവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ മലനാടിന്റെ പ്രതീക്ഷയും വാഗ്ദാനവുമായ വീരവിപ്ലവകാരിയായി മാറിക്കഴിഞ്ഞു. ഇത്തിരി കൂടി ഒന്ന് വളരേണ്ട താമസമേ ഉള്ളൂ. മനുഷ്യവർഗത്തിനെതിരെയുള്ള 3-ാം സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ഇതാ കരിവീര തിരുമകൻ മണ്ണിൽ പിറവി കൊണ്ടു കഴിഞ്ഞു എന്ന മട്ടിലായിരുന്നു സുന്ദരക്കുട്ടന്റെ മട്ടും ഭാവവും. ആനക്കുട്ടന് അനുയോജ്യമായ ഒരു പേര്
ഉടമയായ ജോർജ് ഊട്ടി കണ്ടെത്തിയിരുന്നു. കണ്ണൻ കാട്ടിലെ കണ്ണനല്ല, നാട്ടിലെ കണ്ണൻ. എന്തിൻ്റെയെങ്കിലും മുന്നിൽ അവൻ ഇത്തിരി പതറുന്നുണ്ടെങ്കിൽ എതിർത്ത് നിൽക്കാനുള്ള യാതൊരു ഗത്യന്തരവും കാണാതെ പിന്മാറാനും ഓടിക്കഴിച്ചിലാക്കാനും അവൻ നിർബന്ധിതനാകുന്നുണ്ടെങ്കിൽ അത് പാപ്പാന്മാരുടെ അറ്റ കൈ പ്രയോഗമായ വെള്ളം ചീറ്റിക്കലിന്റെ മുന്നിൽ മാത്രം. ഒന്നാമത് നേരവും കാലവും നോക്കാതെ ഏത് സമയത്തും മഞ്ഞുമേഘക്കീറുകൾ താണിറങ്ങി വരുന്ന ഹൈറേഞ്ചിന്റെ തണുപ്പ്, അതിനൊപ്പമാണ് ഇവന്മാരുടെ ഈ ജലപീരങ്കി പ്രയോഗം. പക്ഷേ കുഞ്ഞൻ ഒരടി പിന്നോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് 2 അടി മുന്നോട്ട് കയറാനാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. കണ്ണനിപ്പോ ഇന്നത്തേക്ക് എത്ര 30 ദിവസം പ്രായം? ഇന്ന് കൃത്യം പറഞ്ഞാൽ 30 ദിവസമാണ്. അപ്പം നമ്മൾ ആദ്യ ദിവസം വന്ന് 24 മണിക്കൂറിൽ ഞങ്ങൾ കണ്ടു. ഇപ്പം 30 ദിവസം വീണ്ടും വരുന്നു. അവൻ്റെ സ്വഭാവത്തിൽ അന്ന് കാണുന്നു ഇപ്പോഴുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ആനയൊന്ന് എനർജറ്റിക്കായി കൂടുതൽ ഓടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉന്മേഷവാനാണ്. ഒത്തിരി വെള്ളം കാണുമ്പോൾ ആൾക്കൊരു അറിയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഉന്മേഷമാണ്. നമുക്ക് ഓടി കളിക്കുന്നു, കുറച്ചു നേരം പാല് കുടിക്കുന്നു, പിന്നെ ഉരുണ്ട് കളിക്കുന്നു. പിന്നെ അവന് ഞങ്ങളൊരു പന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ കൂടുതൽ സന്തോഷവാനായിരിക്കുമ്പോൾ ചുറ്റും തട്ടി നടക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്. ആണായി പിറന്നുവെങ്കിലും കണ്ണൻ ഒരു കൊമ്പൻ കുട്ടിയല്ല, മറിച്ച് ഒരു മോഴയാനയാണ് എന്ന് പിന്നീട് മനസ്സിലാകുന്നു. കൊമ്പില്ലാത്ത ആണാനകളാണ് മോഴകൾ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണൻ കുമളിയിൽ നിന്ന് കൈമാറി മറ്റൊരിടത്തേക്ക് പോവുകയും പിന്നീട് ബാലാരിഷ്ടതകൾ കടക്കാതെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് അറിവ്. അമ്മ സുന്ദരി ഇപ്പോഴും ഈ ഭൂമിയിലുണ്ടോ എന്നതിനും വ്യക്തമായ ഉത്തരം നമുക്കില്ല. വർഷങ്ങൾക്കപ്പുറവും എന്നാൽ അനേക വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷവും കേരളത്തിൽ പിറന്ന 2 ആനക്കുട്ടികളും അകാലത്തിൽ തന്നെ പൊലിഞ്ഞു പോകാനായിരുന്നു വിധി എന്നതും ഇന്ന് ഓർമ്മകളിലെ മുറിവും നീറ്റലുമായി അവശേഷിക്കുന്നു.